കേന്ദ്രസേന എത്തി. എന്തിനാണെന്നല്ലേ? വഖഫുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയാണ്. നിയമം രാഷ്ട്രപതി വഖഫ് ബില്ലിന്റെ നിയമമാക്കിയതിനു ശേഷം അത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. നേരത്തെ ആസമിലും മണിപ്പൂരിലും ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, നിരോധനാജ്ഞ ഉണ്ടായി, സൈന്യമിറങ്ങി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവരെയൊക്കെ ചില മിസോറാം, മണിപ്പൂരിലും ആസാമിലെയും ചില മുസ്ലിം പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളാണ് വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ട് സമാധാനം തകർക്കാൻ ശ്രമിച്ചത്. വഖഫിന്റെ പേരിൽ ഇന്ത്യയെ വലിയ രീതിയിൽ കലാപത്തിന് ആസൂത്രണം ചെയ്ത് കലാപമുണ്ടാക്കി ഈ ബില്ലിനെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചിറങ്ങിയ കുറെ മുസ്ലിങ്ങൾ, അവർ കുറെ ആളുകളെ ഉപദ്രവിക്കുന്നു, രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതാക്കാനും കലാപത്തിനും ശ്രമിക്കുന്നു. അവിടെ സൈന്യം ഇറങ്ങി, നിരോധനാജ്ഞ ഉണ്ടായി, പിന്നീട് എല്ലാം അടിച്ചമർത്തി ശാന്തമായ അവസ്ഥയിലേക്ക് പോയി. സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് 4 വാങ്ങുമ്പോൾ പിന്നെ ഇവരൊക്കെ കൃത്യമായി അടങ്ങി വീടിൻ്റെ അകത്തിരിക്കുമെന്നുള്ളതാണ്. സമാനമായ സംഭവമാണ് കൊൽക്കത്തയിലും സംഭവിക്കുന്നത്. കൊൽക്കത്തയിലും ഇതുപോലെ തന്നെയാണ്. ഹൈക്കോടതി അവസാനം ഉത്തരവിറക്കി കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും അടിച്ചമർത്തുക. അതായത് രാഷ്ട്രപതി ഒപ്പിട്ട നിയമമായ ഒരു ബില്ലിനെതിരെ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എന്താണ് ചെയ്യേണ്ടത്? വഖഫ് എന്ന് പറയുന്ന ദുർഭൂതം കുറെ ആളുകളുടെ ജീവിതം ഇല്ലാതാക്കി അവരെ പെരുവഴിയിലാക്കുന്ന ഒരു ദുർഭൂതം. എന്നിട്ട് പറയുന്നു അള്ളാഹുവിനാണ് സ്വത്തെന്ന്. അള്ളാഹുവിന് എന്തിനാണ് പാവങ്ങളുടെ സ്വത്ത്? വല്ലവന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് വരുന്ന സ്വത്ത് എന്തിനാണ് അള്ളാഹുവിനെന്ന് പല ആവർത്തി ചോദിച്ചിട്ടും ഈ വഖഫ് ഇരിക്കുന്നവർ അതിനുത്തരം നൽകുന്നില്ല. അള്ളാഹുവിന് ആരുടെയും സ്വത്ത് വേണ്ട എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. എന്നിട്ടും ഇതിന്റെ പേരിൽ കിടന്ന് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ്. പ്രതിഷേധം അക്രമാസക്തമായതോടെ ഏറ്റുമുട്ടലിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. അക്രമികൾ തെരുവിലിറങ്ങി ട്രെയിനുകളും മറ്റു വാഹനങ്ങളും അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് സംഘർഷം പടരുന്നത്. ട്രെയിൻ ഉൾപ്പെടെ സമരക്കാർ തീയിട്ടു. ഒട്ടേറെ വാഹനങ്ങൾ കത്തിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അതിനിടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദ് അധികാരിയുടെ ഹർജിയിൽ മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അംതല, സുദി, ധുനിയാൻ, മുർഷിദാബാദ്, നോർത്ത് 24 പർഗാനസ് എന്നിവിടങ്ങളിലാണ് സംഘർഷം വ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ച നടന്ന ആക്രമണങ്ങളിൽ 8ഓളം പേർക്ക് പരിക്കേറ്റു. വിവിധ ആക്രമണങ്ങളിൽ 110ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് റെയ്ഡുകൾ പലയിടങ്ങളിലായി തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഇതിന്റെ പേരിൽ രാജ്യത്തെ ഇത് സംസാര വിഷയമാക്കണം. എല്ലാ മുസ്ലിങ്ങൾക്കിടയിലും നമ്മുടെ സ്വത്തുക്കളെല്ലാം കേന്ദ്രം കൊണ്ടുപോവുകയാണ്, നമുക്ക് കിട്ടിയ സ്വത്തുക്കളെല്ലാം കേന്ദ്രം കൊണ്ടുപോവുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് കലാപത്തിന് ശ്രമിക്കുകയാണ് പലരും. അതിനുള്ള ആസൂത്രണം നടത്തുകയാണ് പലരും. ഇത് രണ്ടും കൽപ്പിച്ച് ഇതിനെ നേരിടാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഒരു തരത്തിലും കലാപം നടത്താൻ അനുവദിക്കില്ല. കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചുകൊണ്ട് നിരോധനാജ്ഞ നടപ്പിലാക്കിക്കൊണ്ട് ഇവരെയൊക്കെ അടിച്ചമർത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. കാരണം വഖഫിന്റെ പേരിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ നൽകുന്ന ഏറ്റവും നല്ല കാര്യമാണ് BJP സർക്കാർ ചെയ്തത്. അതിനെതിരെ ആര് നിലകൊണ്ടാലും അതിനെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ജഫ്രാബാദിൽ വീട്ടിൽ കയറി അക്രമികൾ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. ഹർവേന്ദ്ര ദാസ്, ചന്ദൻ ദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അക്രമികൾ വീട് വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നുവെന്ന് ആ കുടുംബം പറയുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. മുർഷിദാബാദിൽ ആക്രമണത്തിൽ വെടിയേറ്റതിനെ തുടർന്ന് പരിക്കേറ്റ യുവാവും ശനിയാഴ്ച മരിച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 138 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിംതിത, ഷർഷേഗഞ്ച്, ജംഗിപ്പൂർ, ജാഫ്രാബാദ് പ്രദേശങ്ങളിൽ സംഘർഷം തുടരുന്നുണ്ടെങ്കിലും റെയിൽവേ പോലീസ് സേനയും RPF അതിർത്തി സുരക്ഷാ സേനയും BSF സംഘർഷ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും
സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ബന്ധപ്പെട്ട അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണം അഴിച്ചുവിട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജഗിങ്പൂരിൽ വെള്ളിയാഴ്ച മുതൽ അക്രമാന്തരീക്ഷം നിലനിൽക്കുന്നതായി വർഗീയ കലാപം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും DGP രാജീവ് കുമാർ പറഞ്ഞു. ഒരു തരത്തിലുള്ള ഗുണ്ടായുസവും വച്ചുപുറപ്പിക്കില്ല എന്നും മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വഖഫ് ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നാണ് പ്രഖ്യാപനം. എന്ത് വിഡ്ഢിത്തമാണ്! രാഷ്ട്രപതി ഒപ്പിട്ട നിയമമായ ഒരു ബില്ല് നടപ്പാക്കില്ലത്രേ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കിംവദന്തികൾ വിശ്വസിക്കരുതെന്നും സമാധാനം നിലനിർത്തണം എന്നും പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജനങ്ങളോട് മുഖ്യമന്ത്രി മമതാ ബാനർജി ശാന്തത പാലിക്കണമെന്നാണ് പറയുന്നത്. ദയവായി ശാന്തത പാലിക്കണം. എല്ലാ മതങ്ങളിലുമുള്ള ആളുകളോടും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. സംയമനം പാലിക്കുക. മതത്തിന്റെ പേരിൽ ഒരു മതവിരുദ്ധ പ്രവർത്തനത്തിലും ഏർപ്പെടരുത്. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. രാഷ്ട്രീയത്തിനു വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുത്. ഈ നിയമത്തെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല. അക്രമബാധിത പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് ആശയവിനിമയ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. പാർലമെന്റിൽ രാത്രിയുടെ മറവിൽ വഖഫ് ബിൽ പാസാക്കിയതിനെ തുടർന്ന് സംസ്ഥാനങ്ങളിലുടനീളം BJP വർഗീയതയുടെ തീ ആളിക്കത്തിക്കുന്നുവെന്ന് തൃണമൂൽ രാജ്യസഭാ MP ഡെറക് ഒബ്രയൻ ആരോപിച്ചു. സ്ഥിതി ഇപ്പോൾ നിയന്ത്രണത്തിലാണെന്നും അതിർത്തി സുരക്ഷാ സേന സംസ്ഥാന പോലീസിനെ ക്രമസമാധാനം നിലനിർത്താൻ സഹായിക്കണമെന്നുമാണ് പോലീസ് അധികൃതർ പറയുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാർ വഖഫ് ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സംസ്ഥാനത്ത് നിയമം നടപ്പാക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് മമതാ ബാനർജി. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CAA-ക്കെതിരെ പ്രമേയമൊക്കെ പാസ്സാക്കി. അതെന്തായി? CA ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു. അതുപോലെയാണ് രാഷ്ട്രപതി ഒപ്പിട്ട നിയമമായ ഒരു ബില്ലിനെ അംഗീകരിക്കില്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മമതാ ബാനർജി പറയുന്നത് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് തന്നെ നമുക്കറിയാം നിരവധി പേരാണ് പെരുവഴിയിൽ നട റോഡിൽ മാസങ്ങളായി സമരം ചെയ്യുന്നത്. കുടില് കെട്ടി ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ രാജ്യത്തുടനീളമുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കൾ വഖഫ് എന്ന് പറയുന്ന ദുർഭൂതം അടിച്ചു മാറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാഹുവിന്റെ പേരിൽ അടിച്ചു മാറ്റി അതിനെ കൃത്യമായി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുന്നതാണ് BJP ചെയ്യുന്ന കൃത്യമായ കാര്യം. ആ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയാൽ ഒരിക്കലും കേന്ദ്ര സർക്കാർ കണ്ടു നിൽക്കില്ല. അവർ കൃത്യമായ നിലപാട് അതിൽ സ്വീകരിക്കും. കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും വഖഫുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ പല ഭാഗത്തും അക്രമങ്ങൾ അഴിച്ചുവിടാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ആ അക്രമങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സേനയെ വിന്യസിപ്പിക്കുന്നതിലൂടെ ഹൈക്കോടതിയിലൂടെ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നത്.